വഫാത്തായിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടും ഒരു ജുബ്ബയുണ്ട് അസ്മാ ബീബി റളിയല്ലാഹു അൻഹയുടെ കൈവശത്തിൽ. നബി തങ്ങളുടേതായി അനന്തരാവകാശമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജുബ്ബയുണ്ട്, നബി തങ്ങളുടെ ഒരു ഷർട്ടുണ്ട് ബീബി അസ്മാ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ. മഹദി പറയുന്നുണ്ട് അന്നഹാ ജുബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കുപ്പായമാണ്. നബി തങ്ങളുടെ കുപ്പായം എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ശരീരത്തിലെ രോമം പോലെയല്ല. ഏതോ അങ്ങാടിയിലെ ആൾ, എവിടെയോ വെച്ച് കച്ചവടം ചെയ്ത ആൾ, ആ കച്ചവട ചന്തയിൽ നിന്ന് ഏതോ ഒരാൾ ഒരു കുപ്പായം വാങ്ങിയിട്ട്, ഒരു ഷർട്ടിന്റെ തുണി വാങ്ങിയിട്ട് നബി തങ്ങൾക്ക് കൊടുത്തിട്ട്, ആരോ എവിടെയോ വെച്ച് കച്ചവടം ചെയ്ത സാധനം അത് തുന്നിച്ച് നബി തങ്ങളുടെ ശരീരത്തിൽ ധരിച്ചു എന്നുള്ളത് കൊണ്ട് അത് കസ്റ്റഡിയിൽ വെക്കുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അസ്മാ ബീബി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, ഇത് വെറുതെ പറയുന്നതല്ല, സനദില്ലാതെ പറയുന്നതല്ല. അന്നഹാ, ഈ ജുബ്ബയുണ്ടല്ലോ റസൂലുള്ളാഹിന്റേതാണ്, അത് ആയിഷ ബീവിയുടെ അടുത്താണ് ഉണ്ടായിരുന്നത്. ഫലമ്മാ ഖുബിലത്ത് ഖബൽതുഹാ, ആയിഷ ബീവി ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ജുബ്ബ, റസൂലുള്ളാഹിന്റെ വസ്ത്രം, ആയിഷ ബീവി വഫാത്തായപ്പോ ഞാൻ കസ്റ്റഡിയിലെടുത്തതാ. അത് ഞാൻ ഒരാൾക്കും വിട്ടു നൽകൂല, അത് ഒരാൾക്കും ഞാൻ കൊടുക്കൂല. ഇത് വലിച്ചെറിയാറുള്ളതല്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് രോഗമുണ്ടാകുമ്പോ ഈ ജുബ്ബയിട്ട്, ആ ജുബ്ബയിട്ട വെള്ളം ഞങ്ങളുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്ത ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ വലിയ ശമനമാ. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കൂല. നബിതങ്ങളെ മഹബ്ബത്ത് കൊണ്ട് പുളകിതയായ, റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് പുളകിതയായ അസ്മാ ബീബി റഹിമഹല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയുടെ ആ ശരീരം തന്നെ, അവിടുത്തെയുടെ ആ പവിത്രധന്യമായ ശരീരം തന്നെ ലോകത്തിന് വലിയ മുത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മസ്ജിദുൻ നബവി ഒന്ന് വിപുലപ്പെടുത്തുകയാണ്, ഒന്ന് വിപുലമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പള്ളി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആളുകൾ കൂടുമ്പോ വലിയ പള്ളി വേണ്ടേ? തീരെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പള്ളി വേണ്ട, അത് വേറെ കാര്യം. വലിയ പള്ളിയുടെ ആവശ്യമില്ല. ആകെ 10 ആളുകളെ ഉള്ളൂ, ആകെ 4 ആളുകളെ ഉള്ളൂ. അവിടെ 4000 ആളുകൾക്ക് നിസ്കരിക്കേണ്ട പള്ളിയുടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടില്ലേ, എടക്കടിയൂരിൽ വലിയ പള്ളിയുണ്ട്. കാരണം ഇവിടെ വലിയൊരു മഹല്ലാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ വലിയ പള്ളി വേണം. അതിന് കോടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ 40 കോടിയുടെ അധികം വരുന്ന ഒരു വലിയ പള്ളി നമുക്കുണ്ടാക്കേണ്ടി വരും, അത്രയും ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് മർക്കസ് വർഷം നടന്നു. ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിലൊക്കെ എല്ലാ വർഷവും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകിയാൽ നടത്താൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. അടുത്ത നാടുകളിലൊക്കെ എല്ലാ പ്രദേശങ്ങളിലും തൊട്ടടുത്ത ആഴ്ചയിൽ നമ്മുടെ പുതിയറയിൽ അങ്ങ് എവിടെ നോക്കിയാലും ബുർദ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അത് മുസ്ലിം ലോകം നബി തങ്ങളെ മനസ്സിലാക്കി എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അതില്ലാരും അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, അതിനെ വില കുറച്ച് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അല്ലാഹു ഉയർത്തിയിട്ടുണ്ട് നബിതങ്ങളെ, നബിതങ്ങളെ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. ആ നബിതങ്ങളെ മദ്ഹിലൂടെ മാത്രമേ ലോകത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആ നബിതങ്ങളെ മദ്ഹാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ആ മദ്ഹ് ഖൽബിലുണ്ടോ? ആ നബിതങ്ങൾ മനസ്സിലുണ്ടോ? ലോകം വഴി തെറ്റിപ്പോവൂല. നബിതങ്ങളെ മഹബ്ബത്തിന്റെ മജ്ലിസ് അത് കണ്ടിരുണ്ടോ? ആ കണ്ണ് പിന്നെ വടിവിട്ട് സഞ്ചരിക്കൂല. നബിതങ്ങളെ മദ്ഹിനെ പറ്റിയുള്ള ഓർമ്മയുണ്ടോ? ആ ജീവിതം വഴിതെറ്റി സഞ്ചരിക്കൂല.
ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് കള്ളിനെ പറ്റിയുള്ള ചിന്ത, അതുപോലെ അക്രമത്തെ പറ്റിയുള്ള ചിന്ത, കൊലപാതകങ്ങളെ പറ്റിയുള്ള ചിന്ത, പോരാട്ടങ്ങളെ പറ്റിയുള്ള ചിന്ത, മറ്റുള്ളവനെ അടിച്ചമർത്തുന്നതിനെ പറ്റിയുള്ള ചിന്ത, അതുപോലെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലൊക്കെയാ മനുഷ്യന്റെ ചിന്ത. അതുകൊണ്ട് കിട്ടുന്ന വാർത്തകളൊക്കെ അതപ്പതിച്ച വാർത്തകളാ. എവിടെ നോക്കിയാലും അക്രമങ്ങളും വൃത്തികേടുകളും മാത്രമായി ഇന്ന് ലോകം മതപ്പതിക്കാനുള്ള കാരണം ഞാൻ വ്യക്തമായി പറയുന്നു. മഹബത്തിന്റെ സന്ദേശങ്ങളിൽ നിന്നും ലോകം വഴിമാറി സഞ്ചരിച്ചപ്പോൾ അബദ്ധ സംസാരത്തിന് കാരണമായെന്നും ലോകത്തെ നമുക്ക് വിരലിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരവസരമാണ് ഇത്. നമ്മുടെ കുട്ടികൾ, ഈ കുട്ടികളൊക്കെ വളർന്നു വലുതാകുമ്പോൾ അവർ കണ്ടു വളർന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും അതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങളും അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുമ്പോൾ ഇവരുടെ ഭാവി തകിടം മറിയുകയാണ്. ഇവരുടെ ഭാവി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, 3-4 ആഴ്ചകൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിലൂടെയൊക്കെ എല്ലാ പത്രങ്ങളിലെയും ഫസ്റ്റ് പേജിൽ എഴുതി വച്ചിരിക്കുന്നു, ഒരു പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഏറ്റവും വലിയ കഥനകഥ. 8 വയസ്സുകാരി കുട്ടിയാണ്, പാവപ്പെട്ട 8 വയസ്സുകാരി കുട്ടി. അവൾ തൂങ്ങി മരിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇത് വാസ്തവമാണോ എന്ന് നമുക്ക്, ഇത് ശരിയാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് വലിയ പ്രയാസമുണ്ടായി. കാരണം 8 വയസ്സുകാരി കുട്ടി എന്ന് പറഞ്ഞാൽ മരണം എന്നതുപോലും അവൾക്കറിയൂല, ജീവിതം അറിയൂല, അവൾക്ക് മരണവും അറിയൂല, ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നും പഠിക്കാത്തൊരു പ്രായമാണ് 8 വയസ്സുകാരി കുട്ടിയെങ്കിൽ മലയാള പത്രങ്ങളൊക്കെ വ്യക്തമായി അറിയിച്ചതുകൊണ്ട് സംശയമില്ല, സംശയിച്ചിട്ടതിൽ നേട്ടമില്ല. അതിന്റെ സത്യസന്ധമായ വാർത്തകളൊക്കെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് അമേരിക്കയിലല്ല, അങ്ങ് ചൈനയിലല്ല, 1900 ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ എങ്ങുമല്ല, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മലയാളക്കരയായ തിരൂരിൽ 8 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ തൂങ്ങി മരിച്ചതിന്റെ കഥനകഥകളൊക്കെ പത്രങ്ങൾ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുമ്പോ ഇവൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ, ആ സീരിയലിലെ പ്രത്യേകമായ രംഗം അവളെ മനസ്സിലെത്തി. തൊട്ടടുത്ത തന്റെ കൂട്ടുകാരികളെ, വീട്ടിലെ കൂട്ടുകാരികളെ കളിപ്പുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ 8 വയസ്സുകാരി പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരികളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. എന്നിട്ടവൾ ആത്മഹത്യയുടെ രംഗം അഭിനയിക്കുകയാണ്. സാരിയുടെ ഒരു തലപ്പ് തന്റെ ചങ്കിൽ കെട്ടുകയാ, മറ്റേ തലപ്പ് തൊട്ടടുത്തുള്ള ജനലിന്റെ കമ്പിമേൽ പിടിച്ചു കെട്ടുന്നു. താൻ നിൽക്കുന്ന കസേര തട്ടിമാറ്റാനും കൂട്ടുകാരികളോട് പറയുന്നു. ചത്തുപോകുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. നിങ്ങളൊക്കെ മലയാള പത്രങ്ങളിലൂടെ വായിച്ചവരല്ലേ, മലയാളക്കര ഓർമ്മപ്പെടുത്തിയതല്ലേ. ഇന്ന് കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സംഭാവനകളായി ഇന്ന് നാമൊക്കെ സമർപ്പിക്കുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തെ പറ്റി ഓർത്തു നോക്കിയാൽ ഈ കുട്ടി ഇത്രയും വലിയ അധപ്പതനത്തിലെത്താനുള്ള കാരണം ഒന്ന് മാത്രമാണ്. ഇവള് സഞ്ചരിക്കുന്നത് ഇതിന്റെ വഴിയിലൂടെയാ, ഇവളെ മനസ്സ് തുടിതുടിക്കുന്നത് ഇതിന്റെ വഴിയിലൂടെയാ, ഇവളെ മനസ്സിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഇതുപോലെയുള്ള ചിന്തകളാ. അതല്ലാതെ ആ മനസ്സിൽ നിന്ന് വരൂല, അധപ്പതനങ്ങളല്ലാതെ ആ മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് നിർഗളിക്കൂല. 8 വയസ്സുകാരി പാവപ്പെട്ട പൊന്നുമോൾ തൂങ്ങി മരിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവളെ വഴി ആ തൂങ്ങി മരണത്തിന്റെ വഴിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പഠിക്കുക, അതിനെന്തൊക്കെ വേണം, ടൂൾസുകൾ എന്തൊക്കെ വേണം, അതൊക്കെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയപ്പോൾ 8 വയസ്സുകാരി പൊന്നുമോളും പൊട്ടിപ്പോയി. എത്ര ദാരുണമായ അവസ്ഥ! ഇതിവിടെ മാത്രമല്ല, എവിടെയും നമ്മുടെ ചാവക്കാടിൽ, ഞാനിപ്പോൾ അഡ്രസ് പറയുന്നില്ല, തെസ്നിമോൾ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ, വിശദമായി പറയേണ്ടതില്ല, ആ പേര് ഇന്നും ഞാൻ മറന്നിട്ടില്ല.
കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ചാവക്കാടുള്ള സമയത്താണ് 8 വയസ്സുള്ള രാജാ സ്കൂളിൽ 4ാം തരത്തിൽ പഠിക്കുന്ന പെൺകുട്ടി ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, കാക്കൊല്ല പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തോറ്റുപോയി എന്നതിന്റെ പേരിൽ തൂങ്ങിച്ചത്ത പൊന്നുമോളെ നമ്മുടെ ചാവക്കാടിന്റെ തിരുമുറ്റത്തിനും പരിചയപ്പെടുത്താറുണ്ട്. ഇത് അവിടെ എന്ന് മാത്രമല്ല, എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പലതും ഇവിടെ സംഭവിക്കാതിരിക്കുകയാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ റൂട്ടുകൾ ഇപ്രകാരമാ. എന്തെല്ലാം അധപ്പതനങ്ങളുണ്ടോ അതിന്റെയൊക്കെ പിന്നാലെ നമ്മുടെ മക്കളെ തള്ളിവിടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നോർക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന്റെ എ മുതൽ Z വരെ എല്ലാ ഭാഗത്തും നമ്മെ സംസ്കരിക്കാൻ വേണ്ടി പണിയെടുത്ത നേതാവ്, നമുക്ക് വേണ്ടി വിയർപ്പൊടുക്കിയ നേതാവ്, നമുക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിച്ച നേതാവ്, നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രഖ്യാപനം നടത്തുന്നു. നിങ്ങൾക്ക് സ്വർഗം വേണോ? ദുനിയാവിലെ സ്വർഗം മാത്രമല്ല, ആഖിറത്തിലും നിങ്ങൾക്ക് സ്വർഗം വേണോ? 2 ലോകത്തും നിങ്ങൾക്ക് സ്വർഗം അനിവാര്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ വഴിയിലൂടെ പിന്തുടരുക, എന്നെ നിങ്ങൾ പിന്തുടരുക, നിങ്ങൾ എൻ്റെ ഭക്താക്കളാവുക, ഞാൻ പഠിപ്പിച്ച സന്ദേശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സന്ദേശം മുറുകെ പിടിക്കുമ്പോ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കാളും ഉപ്പയെക്കാളും തന്റെ എല്ലാറ്റിനേക്കാളും വലുതായി തന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വെറും ഒരു പ്രേമമല്ല, അത് വെറും ഒരു അനുരാഗമല്ല, അതൊരു നേതാവിനോടുള്ള പ്രഖ്യാപനം മാത്രമല്ല. മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ പ്രേമിച്ചാൽ, നബി തങ്ങളെ അനുരാഗം വെച്ചാൽ, നബി തങ്ങളുടെ പിന്നാലെ പിന്തുടർന്നാൽ ലോകം നമുക്ക് വെറുതെയാവൂല, ദുനിയാവ് നമുക്ക് വെറുതെയാവൂല, ആഖിറം നമുക്ക് വെറുതെയാവൂല. ഇരു ലോകത്തും നമുക്ക് വെളിച്ചം തന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരാമെന്ന് നമ്മോട് വാക്ക് തന്നതായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട PP ഉസ്താദിൻ്റെ മരണവും അനുബന്ധമായി ഒരുപാട് കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉള്ളതുകൊണ്ട് ഉസ്താദിന് പെട്ടെന്ന് ഒടിയാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസൈനാർ സഖാഫി ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് സമയം കളയുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ് അവർകളും അതുപോലെ നാത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന നബീലും അതുപോലെ മൊയ്നുദ്ദീനും എല്ലാവരും ബാംഗ്ലൂരിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഈ കാണുന്ന ജനങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയത് മറ്റൊന്നിൻ്റെയും പേരിലല്ല, നബിതങ്ങളെ മദ്ഹ് കേൾക്കണം. അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് എത്ര തളർച്ചയുള്ള ശരീരങ്ങളാണെങ്കിലും, എത്ര പ്രയാസമുള്ള ശരീരങ്ങളാണെങ്കിലും, എത്ര രോഗമുള്ള ശരീരങ്ങളാണെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി ആ പുന്നാര നേതാവിന്റെ മദ്ഹ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന്റെ തളർച്ച മറന്നു പോവുകയാണ്, ശരീരത്തിന്റെ വേദനകൾ മറന്നു പോവുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെയുടെ മദ്ഹുകൾ നമ്മളെ എല്ലാ നിലക്കും എല്ലാം മറപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് മനോഹരമായ രീതിയിൽ അതൊക്കെ അവതരിപ്പിക്കുന്ന നല്ല സദസ്സ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഹസൈനാർ സഖാഫിയുടെ പ്രഭാഷണം കുറച്ചങ്ങ് നീളുമ്പോൾ അങ്ങ് നീണ്ടുപോകുമെന്ന് ആരും പേടിക്കേണ്ടതില്ല. വളരെ പെട്ടെന്ന് തന്നെ ബുർദാ ഇഖ്വാനും നാത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന ആശിഖീങ്ങളും ഒക്കെ എത്തിത്തേരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ബഹുമാനപ്പെട്ട ഹസൈനാർ സഖാഫി ഉസ്താദ് അവർക്ക് വേണ്ടി ബടി വിട്ടുകൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.